ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ റിസൾട്ടൊക്കെ വരില്ല, അപ്പോൾ എനർജി ആയിക്കോട്ടെ വെച്ചിട്ട് അച്ഛൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗൈസ് ഫുഡ്. കുറച്ച് ഡെക്കറേറ്റ് ആണ്, ഹെൽത്തി ആവാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ കുറച്ചേരം സിനിമ കാണാൻ പോവാണ്. മരണമാസം മണിക്കൂറുകൾ എന്നുള്ളത് നിമിഷങ്ങൾ മാത്രമായി. ഇനി കുറച്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു റിസൾട്ട് അറിയുന്നതാണ്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കോൺഫിഡൻസ് ഉണ്ട്. അപ്പം എൻ്റെ റിസൾട്ടാണ് ഗൈസ്, ഇതാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാടധികം സന്തോഷമായിരിക്കുന്നു. അപ്പം നമ്മൾ വലിയൊരു കടമ്പയാണ് കടന്നായിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, A+ ഇല്ലാത്തതിന് ആരും വിഷമിക്കണ്ട. കാരണം നിങ്ങൾ അധ്വാനിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ആ മാർക്കിൽ നിങ്ങൾ സന്തോഷിക്കുക വേണ്ടത്. ഇനി നമ്മൾ എത്ര കിടക്കണ്ട, ഇനി നമ്മൾ ഡിഗ്രിക്ക് പോകും, അതിൽ നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക ഗൈസ്. A+ എന്നൊരു ഇതല്ല ഗൈസ്. A+ ഇല്ലെങ്കിലും നമ്മുടെ മാർക്കിന് എത്ര രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ മാർക്ക് മേടിച്ചോ അതിന് നിങ്ങൾ സന്തോഷപ്പെട്ടാൽ മതി. അതായിരിക്കണം. ഇപ്പോൾ നാട്ടുകാർ ഒരുപാട് പറയും, അതൊന്നും നിങ്ങൾ നോക്കേ വേണ്ട. നിങ്ങൾക്ക് ഹാപ്പിയായോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അധ്വാനിച്ച മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു. കാരണം അത്ര മാത്രം ടഫായിരുന്നു എക്സാം. അത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ചു, അതിനുള്ളത് നമുക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. നിങ്ങൾ കോൺഫിഡൻസ് ആയിരിക്കുക. A+ ഇല്ലെങ്കിലും ഞാൻ ഇത്ര മാർക്ക് മേടിച്ചില്ല എന്ന് അവരോട് പറയാം. ആരും ഒന്ന് കളിയാക്കാൻ വന്നാലും A+ ഒരു വിഷയമല്ല, പക്ഷെ ബാധകമല്ല. A+ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ലോകത്തിൽ 99% ആളുകൾക്ക് A+ കിട്ടാതെയാണ് ഒരുപാട് പേര് സക്സസ് ആയിട്ടുള്ളത്. സ്റ്റേ കോൺഫിഡൻറ്റ്, സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.